പാലക്കാട് പനയമ്പാടത്തെ റോഡിന്റെ അപാകത പരിഹരിക്കാത്തതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സ്ഥലം സന്ദർശിക്കാനിരിക്കെയാണ് പ്രതിഷേധം. പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ചു മാറ്റി. മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന റോഡ് ഉപരോധം ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ടി നന്ദഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. നന്ദു, ഈ പ്രതിഷേധം അവസാനിച്ചോ? മന്ത്രി എത്തിയോ? ജെയിംസ്, നിലവിൽ യൂത്ത് ലീഗിന്റെ ഉപരോധ സമരം അവസാനിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്തോ നീക്കുകയായിരുന്നു. പക്ഷെ ഒരു വിഭാഗം പ്രവർത്തകർ ഈ ഭാഗത്തൊക്കെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. മന്ത്രി അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. ഒരുപക്ഷെ ഇവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധത്തിന് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പ്രതിഷേധവും ഇവിടെ നടക്കുന്നുണ്ട്. അതിനിയും അവസാനിച്ചിട്ടില്ല. കോൺഗ്രസ് അനിശ്ചിതകാല നിരാഹാര സമരമാണ് ഇവിടെ നടത്തുന്നത്. രണ്ട് കൂട്ടരുടെയും ഒരു ആവശ്യം, ഈ ഭാഗത്തെ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് രുടെ ഭാഗത്തു നിന്നും ലഭിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രി ഉൾപ്പെടെ എത്തി ആ കാര്യത്തിൽ ഒരു വ്യക്തത നൽകിയാൽ മാത്രമേ ഈ സമരങ്ങളിൽ നിന്നും പിന്മാറൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതേസമയം നാട്ടുകാരും ഈ ഭാഗത്തേക്ക് മന്ത്രി എത്തുമെന്നറിഞ്ഞ് വന്നിട്ടുണ്ട്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം അപകടം നടന്ന സമയത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങോട്ട് എത്തുമ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും പലതവണ ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ടും പരിഹരിക്കാതെ ഈ ഒരു ദുരന്തം നടന്നതിന് ശേഷം ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള ഇവിടേക്ക് എത്തുകയും മറ്റ് ആവശ്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത് നാട്ടുകാർക്കിടയിൽ ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ മന്ത്രിയും എത്തുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിൽ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മന്ത്രി ഇങ്ങോട്ട് എത്തും എന്നുള്ളതാണ് അറിയുന്നത്. ശരി.